എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെക്സോൺ EV പ്രൈമുമായിട്ട് ഒന്ന് ഗവി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഗവിയിലേക്കുള്ള കാഴ്ചകളും മറ്റുമായിട്ട് കാണാം. ഞാൻ മണിമലയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ആങ്ങമ്പുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ഇറങ്ങുക, അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഫിൽസബി വന്നിട്ട് ചാർജ് ചെയ്തു. ഇപ്പം നമ്മൾ ആങ്ങമ്പുഴി റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. ഇന്നത്തെ ഗവി യാത്ര ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല കേട്ടോ, നമ്മുടെ സന്തത സഹചാരി വിപിനുമുണ്ട്. കാട്ടിലെ മൃഗങ്ങളെ കാണാൻ ഉള്ള യാത്രയാണ്. കണ്ടാൽ മതിയായിരുന്നു, ദൂരെ, അടുത്തൊന്നും കാണണ്ട. ഒന്നാമത് നമ്മുടെ EVയും കൂടെയാണ്, ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും നോക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ ഫിൽസബിലാണ് ചാർജ് ചെയ്തത്. അവിടുന്ന് 100% ആക്കി. ഇനിയിപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേ ഉള്ളൂ. വള്ളക്കടവ് കഴിഞ്ഞ് ഒന്നെങ്കിൽ കുമ്പളിക്ക് പോകണം, അല്ലെങ്കിൽ കുട്ടിക്കാനം. ഈ രണ്ട് ഭാഗത്ത് അല്ലാതെ വേറൊരു ചാർജിങ് സ്റ്റേഷനില്ല. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ചു പോകുക. അപ്പം വഴിയുടെ ടെറൈനും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനു മുമ്പ് ഇഷ്ടംപോലെ ആൾക്കാർ EVയെ പോയിട്ടുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. EV കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ഉറപ്പായിട്ട് തരാം. നമ്മൾ ഫിൽസബിൽ നിന്ന് ചാർജ് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട് ആങ്ങമ്പുഴി ഗവി മറ്റേ പാസ് കൊടുക്കുന്ന ചെക്ക് പോസ്റ്റിലോട്ട് എഴുതാൻ. നമ്മൾ ഗവിക്ക് പോകാൻ വേണ്ടി പാസ് ഓൺലൈൻ ബുക്ക് ചെയ്യണം. അതിൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ബുക്ക് ചെയ്തിട്ട് ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല. ഈ ഗവിയുടെ എൻട്രി പാസ് കൊടുക്കുന്നിടത്തുനിന്ന് നമ്മൾ നേരെ അവിടെ പോയി അതെടുത്ത് എന്നിട്ട് വേണം നമുക്ക് അടുത്ത ചെക്ക് പോസ്റ്റ്, കൊച്ചാണ്ടി എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റാണ് അടുത്തത്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മളിത് കാണിച്ചിട്ട് വേണം നമ്മളെ ഉള്ളിലോട്ട് കയറ്റി വിടാൻ. ഉള്ളിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രമേ കാണുള്ളൂ. ആകെ ഒരു ദിവസം ഒരു 30 വണ്ടിയേ ഉള്ളൂ കയറ്റി വിടുന്നത്. അത് പക്ഷേ നല്ല കാര്യമാണ്, കാരണം വെച്ചാൽ ഓവർ പൊല്യൂട്ടഡ് ആകാതെ കാത്ത് സൂക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മളും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം, പോകുന്ന വഴിക്ക് പ്ലാസ്റ്റിക്കോ കുപ്പികളോ ഒന്നും ഇടാതെ നോക്കുക. നമ്മൾ ചെന്ന് കണ്ട് സുഖമായിട്ട് പോവുക. നമ്മുടെ വേസ്റ്റ് ഇറക്കാനുള്ളൊരു സ്ഥലമല്ല ഫോറസ്റ്റ് എന്നുള്ള ചിന്തയിൽ നമ്മളും യാത്ര ചെയ്യുക. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഗവി EV ഓൺ ഗവി എന്നുള്ള ട്രിപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഗവിക്ക് പോകുമ്പോഴത്തേന് ഗവി എത്തുന്നതിന് മുമ്പായിട്ട് ആങ്ങമ്പുഴിയിൽ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഇതൊക്കെ എടുക്കണം, ടിക്കറ്റൊക്കെ കൺഫേം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വണ്ടിയിൽ ഒരാളോ രണ്ടാളോ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അവർ പെർമിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞ്. വേറെ ഇഷ്യൂസ് ഇല്ല. ഒരു ദിവസം 25-നും 30-നും ഇടയ്ക്ക് വണ്ടികൾ മാത്രമേ ഗവിക്ക് പോകാനായിട്ട് പെർമിറ്റ് ചെയ്യുള്ളൂ. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേന് 17ാമത്തെ വണ്ടിയാണ് എൻ്റേത്. അപ്പം ഇന്നിപ്പം തിരക്ക് കുറവുള്ള ദിവസമാണെന്ന് തോന്നുന്നു, ഇട ദിവസമല്ലേ. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കുക. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, കുന്തിരിക്കവും ബനിയനും അങ്ങനെയൊക്കെ. വേണ്ടവർക്ക് അതൊക്കെ മേടിക്കാം. നല്ല ഇടപെടലാണ് അവരുടെ സ്റ്റാഫിൻ്റെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഒരു പാലം കയറിയിട്ട് ലെഫ്റ്റ് പോകുന്നതാണ് ഗവിക്ക് പോകുന്ന വഴി. അപ്പം അടുത്തൊരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേപ്പർ കാണിക്കണം. ഈ പേപ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ പേപ്പർ കാണിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇനി അടുത്തത് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അവിടെ ചെന്ന് നമുക്ക് കിട്ടിയ ആ ടിക്കറ്റ് അവിടെ കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെ ടിക്കറ്റ് എല്ലാവരും കയ്യിൽ സുരക്ഷിതമായിട്ട് വെക്കുക, കാരണം പലയിടത്തും നമ്മളോട് ടിക്കറ്റ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മറക്കാതെ സൂക്ഷിച്ച് തന്നെ വെക്കുക. കാരണം വനത്തിലോട്ട് ആ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചും വളരെ റെസ്പോൺസിബിളായിട്ടും യാത്ര ചെയ്യുക. മൃഗങ്ങൾക്കോ മറ്റുള്ളതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ. ഇപ്പോൾ 82 നമുക്ക് ഗവി കഴിഞ്ഞിട്ട് ഇറക്കമാണെന്നാണ് കേട്ടേക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് പ്രതിപാദിക്കാം, എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. ഈ ഒരു ഭാഗത്തൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഈ വരുന്ന മറ്റേ ചെറിയ വണ്ടികളുണ്ടല്ലോ, പഞ്ചും മറ്റേ അങ്ങനത്തെയൊക്കെ, അവർക്കും പോകാൻ പറ്റും ഈ വഴി. എല്ലാവർക്കും അവരവരുടെ വണ്ടിയിലൊരു യാത്ര പോകണമെന്നുള്ളതല്ലേ ആഗ്രഹമേ. EV ഉള്ളവർ EVയെ പോകാം,
നമുക്ക് EVക്ക് വനത്തിൽ കയറാനായിട്ടുള്ള യോഗം വന്നത് 1,98,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, 10-68 കിലോമീറ്ററേ ഉള്ളൂ ഗവിയിലോട്ടുള്ള, ഐ മീൻ അവരുടെ എൻട്രിയിലോട്ടുള്ള ഇതിന്. പക്ഷേ നമുക്കിപ്പോഴാണ് അവർ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആങ്ങുമൊഴി ഗവിയുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കിട്ടിയ ആ പാസ് ഇവിടെ കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ID കാർഡും കാണിക്കണം. അന്നേരമാണ് നമ്മൾ അവർ പെർമിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ ഇറങ്ങി വന്ന് നമ്മുടെ വണ്ടിയുടെ ബൂട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെന്ന് നോക്കും. ഉണ്ടെങ്കിൽ അവരത് അവിടെ കളയാനായിട്ടൊരു ഓപ്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് വേണ്ട കളയണം. അതുപോലെ തന്നെ നമ്മൾ അവിടെ എൻട്രിക്ക് വേണ്ടി കാത്തു നിന്നപ്പോൾ ഗവിയിലോട്ട്, അതായത് പത്തനംതിട്ട സൈഡിലോട്ട് വരുന്ന ആദ്യത്തെ ട്രാൻസ്പോർട്ട് നമ്മളെ പാസ് ചെയ്ത് പോയി. ഇത് രാവിലെ അവിടെ നിന്ന് 8:30 ആ സമയത്തും കണ്ടാണ് പോരുന്നത് വള്ളക്കടവിൽ നിന്ന്. അപ്പോൾ ആ വണ്ടി പാസ്സാകുന്ന കാണാൻ പറ്റി. നമ്മളങ്ങനെ ഗവി ഫോറസ്റ്റിലോട്ട് കയറുകയാണ്. ഒന്നുമില്ല, ഇത് വെള്ളം മാത്രം. ഇല്ല, ആന ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടറിയാം, നല്ലത് വലിച്ചു ആനച്ചൂര് കിട്ടും. ഒരു മൃഗത്തിൻ്റെ ഇത് കണ്ടോ, ആനപ്പിണ്ണം കിടക്കുന്നുണ്ടോ. ഈ ആന ഇങ്ങനെയൊക്കെ കാട്ടിക്കറി വണ്ടിയൊക്കെ വരുമ്പോൾ ആന അനങ്ങാതെ നിൽക്കുന്നതാണ്. അവന് ഭയങ്കര താന്തോന്നിയാണ്. അവനിങ്ങനെ കയറി ചെളുക്ക് ചെക്കൻ. അവൻ എന്നിട്ട് ഉള്ള കാട്ടിനകത്തെല്ലാം കയറി പാത്തിരിക്കും. നമ്മൾ കൊമ്പും കുലുക്കി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ വാരി എടുത്ത് നിലത്തൊട്ടിക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെയൊക്കെ വന്നു. ആന ഇതുവഴിയാടെ കയറിപ്പോകുന്നത് നമ്മളെങ്ങനെ അറിയുന്നത്? ആനത്താര ഏതാ നമുക്കറിയാൻ പറ്റുമോ? അത് വരുമ്പം പതുക്കെ റിവേഴ്സ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റേതാണ് ആക്സിലറേഷൻ കൊടുത്തിട്ടെങ്കിലും പേടിപ്പിക്കുക. ഇതെന്ത് കാണിച്ച് പേടിപ്പിക്കുക? അറിയത്തില്ല, നോക്കാം. ആരോ ഇതാണ് വനത്തിലോട്ട് കയറിയതേ ഉള്ളൂ കേട്ടോ. വനമൊന്നും ആയില്ല. ഇനി 50 കിലോമീറ്റർ മിച്ചം കിടപ്പുണ്ട് ഗവി വരെ എത്താൻ. നമ്മൾ പിന്നെ ഒരു സന്തോഷത്തിന് വനത്തിനെ പറ്റി അങ്ങ് കൂടുതലായിട്ട് പറഞ്ഞ് തകർക്കുകയല്ലേ. പ്രൊഹിബിറ്റഡ് ഏരിയ, നിരോധിത മേഖല. മൂഴിയാർ ഡാമിലെത്തി. മൂഴിയാർ ഡാമിൻ്റെ ഗാലറി. ഇത് വന്ന് പിടിച്ചേ. ഇങ്ങോട്ടാണോ ഗവി? ഇങ്ങോട്ടാണോ? അങ്ങോട്ട്. ചില സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഒക്കെ ചെറിയ അരുവിയൊക്കെ പോകുന്നതിൻ്റെ കുഞ്ഞ് സൗണ്ട് ഉണ്ട്. നല്ല രസമാണ്. ടോട്ടലി നല്ല സൈലൻ്റ് ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെ ആന നിൽക്കാനും കാണാനും ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഇവിടെയൊക്കെ എന്നാന്ന് വെച്ചാൽ ലെവലായി കിടക്കുന്നുള്ള സ്ഥലമല്ലേ. അവിടെ ഒരു ഓട്ടോറിക്ഷയൊക്കെ ചളുക്കിയിട്ടിട്ടുണ്ട്. ആനയാണോ ഇല്ല? ആന വന്ന് ഫുട്ബോൾ കളിച്ചറിയാം. ആക്കിയതും വണ്ടിയുടെ എണ്ണം കുറച്ചതൊക്കെ വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ടെന്ന് വേണ്ടി നമുക്ക് സമാധാനപരമായിട്ട് പോവുകയും ചെയ്യാം. നമുക്ക് ഇതിലെ വണ്ടി വരുമെന്ന് പേടിക്കില്ല. പിന്നെ മൃഗങ്ങളൊക്കെ, ആനയൊക്കെ റോഡിൽ കണ്ട നമ്മൾ എന്നാ ചെയ്യും എന്നുള്ളത് നമുക്ക് സെൽഫി അതുകൊണ്ടല്ല. ഇപ്പുറത്തെ സൈഡ് വലിയ കുഴിയല്ലേ, ആന ഇതുവഴി ഇറങ്ങിപ്പോകും കയറിപ്പോകുന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ വഴി നിർത്താതിരിക്കുക, ഫോറസ്റ്റിനകത്ത് നിർത്തുകയോ ചെയ്യരുതെന്നാണ് പറയുന്നത്. നമുക്ക് തോട്ടപ്പുഴുവിൻ്റെ ശല്യം നല്ലതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതേ ഉള്ളൂ. തോട്ടപ്പുഴ 1.5 കയറി. അതുകൊണ്ട് പുറത്തകത്ത് നിർത്താതിരിക്കുക. വണ്ടി നിർത്തിയല്ല, വണ്ടി നിർത്തി യൂറിൻ പാസ് ചെയ്യാനായിട്ടൊന്ന് ഇറങ്ങിയതാണ്. വണ്ടിക്ക് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തോട്ടപ്പുഴ കയറി. അതുകൊണ്ട് യൂറിൻ പാസ് ചെയ്യേണ്ടെന്ന് വെച്ച് ചാടി തിരിച്ച് കയറി. വഴിയിലൊക്കെ ആനപ്പണ്ടമൊക്കെ കിടപ്പുണ്ട്, പഴയതൊക്കെ ആയാലും പുതിയത്. ചൂട് സാധനമൊന്നും കണ്ടില്ല വഴി. ഇട്ടോണ്ടിരിക്കുന്നതായിരിക്കും ചിലപ്പം കൊണ്ടൊക്കെ കാണാൻ പറ്റുക. പക്ഷെ വരുന്നവർ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഈ അട്ടയൊക്കെ ഉള്ള സ്ഥലം വരുമ്പോഴത്തേക്ക് കയ്യിൽ ഇച്ചിരി ഉപ്പോ സാനിറ്റൈസർ എന്തെങ്കിലും കരുതുന്നത് നന്നായിരിക്കും. ആനത്താരയുടെ ഒരു ഇതുപോലെ തോന്നി അപ്പുറം.
ഫോറസ്റ്റുകാർക്ക് മുട്ടം പണിയല്ലേ? ഞങ്ങൾ കുറച്ച് മുമ്പ് അവരുടെ ഇതിന് തൊട്ട് മേളിലായിട്ട് നടത്തിയായിരുന്നു. അവിടെ മേളിലൊരു ആന ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വെറ്റിനറി സർജനും ഫോറസ്റ്റിലെ ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ കക്കി ഡാമിൻ്റെ ഇവിടെ ഒരു ക്യാൻറ്റീൻ പോലെയുണ്ട്. ഇവിടെ നമ്മൾ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ട് വരുവാണെങ്കിൽ അവർ ഭക്ഷണം റെഡിയാക്കി വെക്കും. എത്ര പേർക്ക് വേണമെങ്കിലും പറഞ്ഞാൽ മതി. നല്ല 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 അടിപൊളി ഭക്ഷണമാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. കക്കി ഡാമിൽ ആ കാണുന്നതാണ് മീൻ വളർത്തുന്ന സ്ഥലമാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ താഴെയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ആന വരുമെന്നാണ്. ഈ റോഡിലെല്ലാം ആനപ്പിണ്ടം കിടപ്പുണ്ട്. പക്ഷേ ഫോറസ്റ്റിലെ സാറ് പറഞ്ഞത് രാവിലെ ട്രാൻസ്പോർട്ട് ബസ് പോയി കഴിയുമ്പോൾ വലിയ ശല്യങ്ങൾ പിന്നെ റോഡിൽ കാണാറില്ലെന്നാണ്. അവിടെ ഇവിടെയൊക്കെ അടിച്ചടിച്ച് വരുന്നത്. ഇതെന്താണ് ഇങ്ങനെ വരുന്നത്? ഈ പാറയിലൊക്കെ ഇട്ടടിച്ച് വരുന്നതാണ് ഈ സംഭവം. പാറയെ തട്ടിയിട്ട് പ്രതിധ്വനിക്കുന്നതാണ്. നമ്മൾ കയറി വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചാർജ് തീർന്നു പോകുന്ന ഒരു പ്രശ്നം വരാം, ചെറിയ ചാർജിങ് ഉള്ള വണ്ടി കൊണ്ടൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് അവിടുന്ന് പോരുന്നവർ, ആങ്ങമൊഴിക്ക് നിന്ന് കയറുന്നവർ ഉറപ്പായിട്ടും വണ്ടി ഫിൽസബിലോ ചെയ്തിട്ടേ കയറി വരാറുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ആങ്ങമൊഴിയിലെത്തുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ പ്രൈമാണ്, ഞാൻ AC എല്ലാം ഓഫാക്കിയിട്ട് ഓടിച്ചിട്ടും 85% അവിടെ എത്തിയത്. അപ്പോൾ അത് മ്ലാവ് വേണ്ടേ, കണ്ടോ? ആ മേളിൽ മ്ലാവ് നിന്ന് തിന്നുന്നുണ്ട്. കാണാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര പൊക്കത്തിലാണ്. എനിക്ക് ഫോൺ വെച്ചെടുത്താൽ പറ്റുമായിരിക്കും. 2 എണ്ണമുണ്ട്. അതാണ് മ്ലാവിനെയാണ് ഇന്ന് ആദ്യം കണ്ടത്. ഇനി അടുത്ത ആരെയാണ് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇങ്ങനെ അവർ റിവേഴ്സ് എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതായിരിക്കുമെന്ന്, ആനയായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. നമ്മൾ നെക്സോൺ പ്രൈമും കൊണ്ടൊക്കെ വരുമ്പം ഇച്ചിരി റിസ്ക് പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ കയറുന്നിടത്ത് ആദ്യത്തെ കുറച്ച് ഭാഗത്ത് നല്ല കയറ്റവും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. നമ്മൾ റീജൻ കിട്ടുന്നിടത്ത് എല്ലാം റീജൻ ഇട്ട് ഓടിക്കണം, അല്ലാത്തടത്തല്ലാതെ. അങ്ങനെ നമ്മൾ ഓടിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഓടിച്ചാൽ മാത്രമേ നമുക്ക് പുറത്ത് ചാടാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ വണ്ടിപ്പെരിയാറിൽ പോയി ഇറങ്ങിയാലും വണ്ടിപ്പെരിയാറിൽ ചാർജിങ് സ്റ്റേഷൻ ഇല്ല, ഒന്നെങ്കിൽ കുട്ടിക്കാനം അല്ലെങ്കിൽ കുമളി. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് പോവുക. അതെ, ഇതാണ് ഇവർ ചെക്ക് പോസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് പോകണം. ഈ ചെക്ക് പോസ്റ്റിൻ്റെയാണ് വീഡിയോ എപ്പോഴും വരുന്നത് ഇതിനകത്ത്. അവിടെ ചെന്നിട്ടായിരിക്കും, അവിടെ ആയിരിക്കും കാണിക്കേണ്ടത്. പോയി കാണിച്ച് കൊടുത്തിട്ട് പെരിയാർ ടൈഗർ റിസർവിലോട്ടാണ് ഇപ്പം കയറുന്നത്. നമ്മൾ ഇവിടെ ഗവി ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ നമ്മൾ ഇത് നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷനൊക്കെ കാണിച്ച് കിട്ടിയ പാസും എല്ലാം കാണിച്ചു. അപ്പോൾ ഇവിടെ ഒരു 85 രൂപ ക്യാഷായിട്ട് അടയ്ക്കണം. ഇവിടെ ക്യാഷ് കൊടുത്താൽ വണ്ടി നമ്മളെ കയറ്റി വിടുകയുള്ളൂ. അപ്പം അത് പ്രത്യേകം ഓർക്കുക, ഒരു 85 രൂപ ക്യാഷായിട്ട് കരുതണം, അത് മറക്കല്ല. ആരും വീഡിയോയിൽ ഇവിടെ ഒരു 85 രൂപ പാസിൻ്റെ കാര്യം പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ട് നമ്മളത് കരുതിയില്ല. നമ്മൾ പൈസ കയ്യിലുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ കക്കി ഡാമിൻ്റെ അവിടെ കൊടുക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പൈസയൊക്കെ കയ്യിലെടുത്ത് വെച്ചോണം. പൈസ അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും വർക്കൗട്ട് ആവുകയില്ല.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. വഴിയിൽ അവർ പറഞ്ഞത് നമ്മൾ രാവിലെ പോന്നാൽ മാത്രമേ ഉള്ളൂ ആനയോ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നിനെയും കാണാൻ, അല്ല വൈകുന്നേരമല്ല, നമ്മൾ ഈ ഒരു സമയത്തൊക്കെ വന്നാൽ വളരെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പ്രൈമുമായിട്ടൊക്കെ വരുമ്പം ഇ വി ആയിട്ട് വരുമ്പോൾ തന്നെ പൊതുവേ പതുക്കെ ഓടിച്ചാൽ ഇ വി ആയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വളരെ വളരെ പതുക്കെ ഓടിക്കുക, അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ഇനി നമുക്ക് ഇവിടുന്ന് വള്ളക്കടവ് പോകണം. വള്ളക്കടവ് പോകാണ്ട് ഇനി 28 കിലോമീറ്റർ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് വണ്ടിയിൽ 23%. ചെറിയ പെർസെൻറ്റേജിലൊക്കെ കംപ്ലൈൻറ്റ് വരുന്നവർ ഒരു കാരണവശാലും റിസ്ക് എടുക്കില്ല. നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്കും പിടിച്ചോടിച്ചാലേ എത്തുള്ളൂ. ഞങ്ങൾ 10 മണിയായപ്പം ആങ്ങമ്പുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ഇവിടെ വന്നു, കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വന്ന് കയറിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 3:22. നമ്മൾ ജസ്റ്റ് ഇവിടെ കയറി ഗവിയിലെത്തി. ഇനി ഗവിയിൽ നിന്ന് താഴോട്ട് ഇറക്കുവാന്നാണ് എന്നൊരു ഫ്രണ്ട് പറഞ്ഞത്. പുള്ളി കഴിഞ്ഞ ദിവസം പ്രൈമും കൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാവുന്നോ എത്ര കണ്ട് സക്സസ് ആകുന്നോ ഒന്നും അറിയത്തില്ല. ഏതായാലും മുന്നോട്ട് തന്നെ. ഞങ്ങൾ വഴി മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ വന്ന് കയറിയ സമയത്ത് ഒരുപാട് വണ്ടികളൊക്കെ അതിന് മുമ്പ് പോയതുകൊണ്ട് അവർ ഫോറസ്റ്റുകാർ തന്നെ പറഞ്ഞു മൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഞങ്ങൾ കക്കി ഡാമല്ലേ, കക്കി ഡാം കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു ഒരു ആന വഴിയും ജസ്റ്റ് അവരെ വണ്ടി കണ്ടിട്ട് മാറിപ്പോയതേ ഉള്ളൂ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോണോ എന്ന് പറഞ്ഞു. ഇത് KSEBയുടെ ജീവനക്കാർ നമ്മളോട് പറഞ്ഞതാണ്. നമ്മൾ വളരെ സൂക്ഷിച്ചാണ് പോകുന്നത്, പക്ഷെ ഒന്നും കണ്ടില്ല. അപ്പം ഇനിയിപ്പം ബാക്കി ഇത് പിന്നെ വള്ളക്കട ചെക്ക് പോസ്റ്റ് എത്തുന്നോളം വരെ നമുക്കൊരു റിസ്ക് സീനാണ്. ഇത്ര നേരം പച്ചയായിരുന്നു, ഇപ്പോൾ ഓറഞ്ചായി. അപ്പം ബാക്കി വിശേഷങ്ങൾ അറിയിക്കാൻ പറയും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ EV ആയിട്ട് വരണ്ട, അല്ലെങ്കിൽ നല്ല ബാറ്ററി പാക്കുള്ള EV ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പോലും നമ്മൾ പതുക്കെ ഓടിക്കണം. കാരണം വെച്ചാൽ വളവും തിരിവും കയറ്റവും എല്ലാം ആയിട്ട് ദൂരമുണ്ട്. രാവിലെ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ഏകദേശം 100 കിലോമീറ്ററിന് മേളിൽ കഴിഞ്ഞു. 128 കിലോമീറ്ററായി. വെൽക്കം ടു ഗവി. അപ്പോൾ നമ്മൾ ഗവിയിലെത്തി.
ഞാനിപ്പോൾ ഇറങ്ങുന്നത് റീജിയൻ 3 ഇട്ടാണ്. നമുക്കിനി 21 കിലോമീറ്ററും കൂടെ പോകാനായിട്ടുണ്ട് വണ്ടിപ്പെരിയാറിൻ്റെ അവിടെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്താൻ. അപ്പോൾ ഗവിയിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്കൊരു ഇതുണ്ട് കേട്ടോ, എൻട്രി പാസ് ഉണ്ട്, ഒരു 85 രൂപയുടെ, അത് മറക്കല്ല. അതുപോലെ ഞാനൊരു ഹോട്ടലിൻ്റെ നമ്പർ തരാം, കക്കിയിടാൻ കഴിഞ്ഞിട്ടാണ്. അവിടെ ഭക്ഷണം കിട്ടും, വലിയ കുഴപ്പമില്ലാത്തൊരു ഭക്ഷണമാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ആദ്യം പിന്നെ ആങ്ങമൊഴിയിൽ പാസ് എടുക്കുന്നിടത്ത് ഭക്ഷണം കിട്ടും. അതും നേരത്തെ അവിടുത്തെ നമ്പറിൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ അതും കിട്ടുകയുള്ളൂ. ഏറ്റവും രാവിലെ ഇറങ്ങുവാണെങ്കിൽ മൃഗങ്ങളെയൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റും. അവരെ വിടുന്ന അവിടെ കയറ്റുന്ന സമയത്ത് എപ്പോഴാണോ അപ്പം നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാം. എല്ലാത്തിനും ഓടിക്കും, KSRTC ഓടിക്കും. അത് മാത്രമല്ല EV കൊണ്ട് വരുന്നവർ അത്രയും രാവിലെ വരുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം ഒന്നാമത് നമുക്ക് വളരെ പതുക്കെ പോരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചാർജ് തീരാത്ത രീതിയിൽ നമ്മൾ ഓടിച്ച് ഒപ്പിക്കേണ്ട. അതൊക്കെ ഈ പറച്ചിലല്ലേ 300+. ഇതിനെ വഴി മോശമല്ലേ, വഴി ചെറിയ വഴി, നമ്മൾ ഓവർ സ്പീഡിലൊന്നും വിട്ടുപോരാൻ പറ്റത്തില്ല. വളരെ പതുക്കെ സൂക്ഷിച്ച് തന്നെ ഓടിച്ചു പോരുക. കാരണം പെട്ടുപോയാൽ പെട്ടതോ ഒരു ചെറിയ പടിയിലല്ല, ഒരു 1.5 പടിയിൽ വിടും. നമുക്കൊന്നും പറയാൻ മേലാത്ത സാഹചര്യം വരുന്നു. നമുക്കിതുവരെ കാണാൻ പറ്റിയത് 2 കേഴ കണ്ടു, പിന്നെ ഒരു കരിങ്കുരങ്ങനെയും കണ്ടു. ഒരു സാധാ കുരങ്ങനെ പോലും പിന്നെ കണ്ടില്ല. അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റുകാർ പറഞ്ഞാൽ ഇത് മൃഗങ്ങളെല്ലാം ഉള്ളിലോട്ട് കയറും, അപ്പോൾ കാണാൻ പാടായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മളൊരു പ്രതീക്ഷ വെക്കുകയാണ്, എന്തിനെങ്കിലും കാണാം. പക്ഷേ ഒന്നിനെയും കാണാൻ പറ്റിയിട്ടില്ല നിലവിൽ. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്താറായപ്പോഴാണ് തൊട്ടടുത്ത മലയുടെ മണ്ടയിൽ നമ്മുടെ കാട്ടുപോത്ത് എന്ന് പറയുന്ന കാട്ടി, അതായത് കാട്ടി എന്ന് പറയുന്ന സാധനം അവിടെ നിന്ന് മേഞ്ഞ് പുല്ല് തിന്നുന്നു. അതെ, വെള്ള സോക്സൊക്കെ ഇട്ട്. ആനയെ കാണാൻ പറ്റിയില്ല, എന്നാലും ഇവരെ കാണാൻ പറ്റി. അങ്ങനെ വനം ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ ജംഗിൾ ക്യാമ്പിൽ പോകുന്നത്. EV പ്രൈമുമായിട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ഓടിക്കണം. നമ്മൾ റീജൻ കിട്ടാൻ ചാൻസ് ഉള്ളിടത്തൊക്കെ മാക്സിമം റീജൻ ഇടണം. അല്ലാത്തടത്ത് നമ്മൾ റീജൻ ഓഫാക്കി ഓടിക്കണം. ആ രീതി സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ വണ്ടി ഓടിച്ച് നമുക്ക് സേഫായിട്ട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ അഭിപ്രായത്തിൽ EV കൊണ്ടേ വരാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ വളരെ സമയം എടുക്കുന്നുണ്ട്. കാരണം വളരെ പതുക്കെ ഓടിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 10 മണിക്ക് കയറിയതാണ്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ഇറങ്ങിയപ്പോഴത്തേന് 4 മണി 4:45 അപ്പോൾ അത്ര സമയം എടുത്തിട്ടാണ് നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കവർ ചെയ്തത്. അതേസമയം മറ്റേ വണ്ടികളൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിട്ടുപോരാം. അപ്പം വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഗവി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇറക്കമാണ്. എന്നിട്ട് നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴിയാണ് പുറത്തിറങ്ങിയത്. അത് കഴിഞ്ഞ് കുമളിക്കടുത്തുള്ള ഗോയിസിയുടെ ഹോട്ടലിൻ്റെ പേര് എൻറൂട്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അതിൻ്റെ അവിടെയാണ് നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷനുള്ളത്. അവിടെ വന്നാണ് നമ്മൾ ചാർജ് ചെയ്തത്. നമ്മൾ കുട്ടിക്കാനത്തിന് പോയില്ല. കുട്ടിക്കാനത്തിന് പോയി കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക് ആകുമെന്നൊരു തോന്നൽ കൊണ്ട് നമ്മൾ കുട്ടിക്കാനം പോയില്ല. നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഇറങ്ങുമ്പോൾ 19% അപ്പോൾ ഇവിടെ വന്ന് ചാർജ് ചെയ്തിട്ട് പോകുന്നു. അവിടെ നിന്നൊരു 12 കിലോമീറ്റർ മാറിയായിരുന്നു ഈ ചാർജിങ് സ്റ്റേഷൻ. EV പ്രൈമുമായിട്ട് പോരുന്നവർക്ക് പോരുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുമളി റൂട്ടിൽ എൻറൂട്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഒരു ഗോയിസിയുടെ 2 ഡ്യുവൽ ഗണ്ണുണ്ട്. അപ്പം അവിടെ ചാർജ് ചെയ്ത് പോവുകയാണ് കുറച്ചും കൂടെ സേഫായിട്ട് എനിക്ക് തോന്നിയത്. മാക്സൊക്കെ ആണെങ്കിൽ കുട്ടിക്കാനത്തിന് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തുവാണെങ്കിലും EV വരാതിരിക്കുകയാണ് ബെറ്റർ. കാരണം വെച്ചാൽ ഒന്നാമതെ ഒച്ച ഇല്ല. അതുകൊണ്ട് വളവും ഇതിലൊക്കെ വല്ല മൃഗങ്ങൾ നിന്നാൽ പോലും അതുങ്ങൾ പോലും അറിയുകയില്ല. അതുമാത്രമല്ല EV ആയിട്ട് വരുമ്പം വളരെ പതുക്കെ ഓടിക്കണം. ഓടിച്ചാലേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന മൈലേജും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. എനിക്ക് മണിമലയിൽ നിന്ന് ഏകദേശം 164 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം
ആ ഒരു കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക EV ആയിട്ട് വരുമ്പോൾ. അതേസമയം മറ്റേ വണ്ടികളെ വരുന്നെങ്കിൽ നേരത്തെ വരുമോ, എന്നാലേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ആ ട്രാൻസ്പോർട്ട് ബസ് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങളെയൊക്കെ കാണിച്ച വളരെ ചാൻസ് കുറവാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ബൈ.